സർക്കാർ ഓഫീസുകളിലെ ചുവപ്പ് നാട അത് വെറുമൊരു പ്രയോഗമല്ല, അനുഭവ യാഥാർത്ഥ്യമാണ്. എന്തെങ്കിലും കാര്യത്തിന് ഒരിക്കലെങ്കിലും സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങേണ്ടി വന്നിട്ടുള്ള ഓരോരുത്തരും അത് സാക്ഷ്യപ്പെടുത്തും. നാട്ടിൽ എന്തെങ്കിലും സംരംഭം തുടങ്ങാമെന്ന് കരുതി പണം മുടക്കി അനുമതിക്ക് അപേക്ഷിക്കുന്ന പ്രവാസി സംരംഭകർ കുടിക്കേണ്ടി വന്ന കണ്ണീരിന്റെ കഥ പലതവണ നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ട്. അക്കൂട്ടത്തിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയാക്കിയതാണ് 2019 കണ്ണൂർ ജില്ലയിലെ ആന്തൂർ നഗരസഭാ പരിധിയിൽ 15 കോടി രൂപ മുടക്കി കൺവെൻഷൻ സെന്റർ പണിത സാജൻ പാറയിൽ എന്ന സംരംഭകന് നേരിടേണ്ടി വന്ന ദുര്യോഗത്തിന്റെ കഥനകഥ. നഗരസഭാ അധികൃതർ പ്രവർത്തനാനുമതി നിഷേധിച്ചോടെ സാജൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന സംഭവം രാഷ്ട്രീയ കേരളത്തിന്റെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. ജന്മനാട്ടിൽ വ്യവസായ സംരംഭം തുടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിൽ കിട്ടേണ്ട അനുമതികൾക്ക് വേണ്ടുന്ന കാലതാമസം, സംരംഭം തുടങ്ങിയാലും നേരിട്ടേക്കാവുന്ന രാഷ്ട്രീയ ഇടപെടലുകളും ഓർത്ത് മനസ്സുമടിച്ചു നിൽക്കുന്ന ഒട്ടേറെ പ്രവാസികൾ നമ്മുടെ ചുറ്റുമുണ്ട്. വ്യവസായ സംരംഭങ്ങൾക്ക് കാലതാമസമില്ലാതെ അനുമതി കിട്ടണമെങ്കിൽ വിവിധ സർക്കാർ വകുപ്പുകൾ തമ്മിൽ നല്ല ഏകോപനമുണ്ടാകണം. അത്തരമൊരു ഏകോപനമില്ലെങ്കിലും ഉറപ്പാക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത്. അതുമാത്രം പോരാ, അനുമതികൾക്കായി ഉദ്യോഗസ്ഥർ കൈക്കൂലി ആവശ്യപ്പെടുന്നില്ലെന്നും സംരംഭകരോട് പ്രതികാര മനോഭാവത്തോടെ പെരുമാറുന്നില്ലെന്നും ഉറപ്പാക്കുകയും വേണം. അപ്പോഴേ വ്യവസായ കേരളത്തിലേക്കുള്ള യഥാർത്ഥ വാതിൽ തുറന്നു കിട്ടും. കഴിഞ്ഞ സർക്കാർ വ്യവസായ സൗഹൃദം എന്നൊക്കെ പറഞ്ഞ് പല പാതകളും പ്രഖ്യാപിച്ചു. എന്നിട്ട് എവിടെയെങ്കിലും വ്യവസായം ആരംഭിച്ചോ? ആരെങ്കിലും അന്വേഷിച്ചോ? ആരെങ്കിലും അതിൻ്റെ പിന്നാലെ പോയോ? ആർക്കും ഒന്നും അറിയില്ല. കഴിഞ്ഞ വർഷം തന്നെ വ്യവസായ സൗഹൃദ സംസ്ഥാനം എന്ന നിലയ്ക്ക് കേരളത്തിന്റെ സാധ്യതകളെ ലോകം തിരിച്ചറിഞ്ഞ ആഗോള നിക്ഷേപ സംഗമം നടത്തിയിരുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന നിക്ഷേപകരും വ്യവസായ പ്രമുഖരും മലയാളി സംരംഭകരും സംസ്ഥാന സർക്കാരും ഒത്തുചേർന്ന ഇൻവെസ്റ്റ്മെന്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് പ്രതീക്ഷകൾക്ക് അപ്പുറമുള്ള വിജയമായി എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അന്ന് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. 370-ലധികം താല്പര്യപത്രങ്ങളിലൂടെ കേരളത്തിൽ എത്തിയത് 1,52,905 കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനമാണെന്നും അദ്ദേഹത്തിന്റെ കുറിപ്പിൽ പറഞ്ഞിരുന്നു. കേരളത്തിന്റെ മുന്നേറ്റത്തെ അഭിനന്ദിച്ച അതിഥികളെല്ലാം നാടിന്റെ വളർച്ചയ്ക്കായി പിന്തുണ പ്രഖ്യാപിക്കുകയും അവരുടെ വിലയേറിയ ആശയ നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു. കേരളത്തിന്റെ വികസന യാത്രയിൽ തങ്ങൾ ഒപ്പമുണ്ടെന്നുള്ള പ്രഖ്യാപനമാണ് ഓരോരുത്തരും നടത്തിയത്. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനും ജനകീയവും സർവതല സ്പർശിയുമായ വികസനം ഉറപ്പുവരുത്തുന്നതിനും സംസ്ഥാന സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് പുതിയ ഊർജവും നിശാബോധവും പകരാൻ ഈ സമ്മിറ്റിന് സാധിച്ചുവെന്നുമൊക്കെയാണ് ആ കുറിപ്പിലൂടെ സഖാവ് പിണറായി വിജയൻ തള്ളിമറിച്ചത്. എന്നിട്ട് വല്ല വ്യവസായവും വന്നോ? എത്ര പേർക്ക് തൊഴിൽ ലഭിച്ചു? ഈ വക കണക്കുകളൊന്നും പിന്നീട് മുഖ്യമന്ത്രി പിണറായിയുടെ പോസ്റ്റുകളിൽ കണ്ടിട്ടില്ല.